ഈ സിനിമയുടെ ഈ പ്രേമകഥ റെഫറൻസ് ഭയങ്കര രസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് തുടക്കത്തിലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ. അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ട് ബ്രഹ്മചര്യത്തിനെ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ അങ്ങനെ തന്നെയായിരുന്നു നടികളുടെ ഒരു ഇഷ്ടത്തോടെ? അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ വിദേശ സ്റ്റാർട്ടപ്പ് പറയുന്നത് കൂടുതലൊരു സിനിമ അതിൻ്റെ പുള്ളിയുടെ സക്സസ് പറയുന്നത് അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ഈ സിനിമയിലെ ക്യാരക്ടറിന് അത് അങ്ങനെയാണ് വേണ്ടതെന്ന് ജനറലി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യപ്പെട്ടു, ഡിസിപ്ലിൻ ഇല്ലായ്മയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നു. ഞാൻ പറയാം, നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും. പക്ഷേ ആക്ടർ എന്നുള്ളത് തന്നെയാണ് മുകളിൽ നിൽക്കേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ആവുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് അത് കീപ്പ് ചെയ്യണം, അതിന്റെ താഴെ പോകാനായിട്ട് നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ അയാളൊരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഗണിയുടെ സൂപ്പർ സ്റ്റാറിന്റെ കഥയിക്കുന്ന കഥ എന്നുള്ളതിനെയാണ് ഞാൻ അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം പോലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഫോക്കസും തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനാണ് അയാൾ ചെയ്യേണ്ടത്, അതിലേക്ക് ഫോക്കസ് തിരിച്ചുകൊണ്ടൊരു ഡിസിപ്ലിൻ ആവുക. പെട്ടെന്ന് വരുന്ന അയാളുടെ സ്റ്റാർഡും അയാളുടെ ചുറ്റും വന്നിട്ടുള്ള ഒരുപാട് ഈ പറയുന്ന പോലെ സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി ചെയ്യുന്നതാണ്, അയാൾ എന്ത് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത് അതിൽ തന്നെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഡാൻസ് കാർഡ് ഉണ്ടാവും. ഈ ഡാൻസ് കാർഡ് പല കാലഘട്ടത്തിലെ ടൈറ്റിൽ കാർഡുകളെ തീരുമാനിച്ചിരിക്കുന്നത്. അത് ശരിക്കും ഈ ഉണ്ടാക്കുന്നതിന് ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ പ്രശ്നം നടക്കുന്നുണ്ട്. അത് അവരുടെ ചെയ്യുന്നു അങ്ങനെ ഒരു കൊടുക്കാം. തീർച്ചയായിട്ടും സംവിധായകന്റെ ഐഡിയയായിരുന്നു അത്. മാത്രമല്ല സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും തുടങ്ങിയ സങ്കേതങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. ഒരു ആക്ടറിന്റെ കഥ പറയുന്ന സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അൾട്ടിമേറ്റ്ലി ആ ടൈറ്റിൽ കാർഡൊക്കെ ഡെഫിനറ്റ്ലി അത് ഇതിന്റെ ഐഡിയയായിരുന്നു. എല്ലാ സിനിമയിലും രാജുവിന്റെ എല്ലാ സിനിമയിലും സുരേഷേട്ടനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ സജീവമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെയ്യുന്നത്. ഹായ് ഐ ആം ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സംവിധായകനാണ്. ഈ സിനിമയുടെ കഥയുടെ തുടക്കം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്നൊന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ കിട്ടിയായിരുന്നു. പിന്നീടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ് ജീൻ്റെ സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ചി എന്ന എൻ്റെ സുഹൃത്തിന് ചിലപ്പോൾ ഞാൻ ജീവനെ പറഞ്ഞത് ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരത്തിനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ വിശ്വസിക്കുന്ന അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനർ മൈത്രി മൂവി മേക്കേഴ്സ് ഇപ്പോൾ വലിയൊരു പുഷ്പ പോലത്തെ വലിയൊരു ബാനറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ത്രൂഔട്ട് അഭിനയിക്കാൻ കഴിയുന്നു. ഒരു വലിയ സപ്പോർട്ട് അതിന് പുറകെയുണ്ടായിരുന്നു. സംവിധായകന് മാത്രമല്ല എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരുടെ സൗകര്യം എല്ലാവരും തന്നെ. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ളൊരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീനിൽ ഒരു കാര്യം പ്രൊവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് അരമാറ്റും എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം
വെച്ചാൽ എല്ലാ ആക്ടേഴ്സിൻ്റെയും എല്ലാ വലിയ നടന്മാരുടെയും കുറവുകയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത് തന്നെ. അത് അത്തരം കാര്യങ്ങളാണ് സിനിമയിൽ പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റ് സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പഠിക്കും. കാരണം അവർ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റത്തിൽ കാണുന്ന പോലെ അല്ല. അതിനെ പറ്റി രാത്രി പകരമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഹിറ്റാക്കുക, അടുത്ത ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. സിനിമയുടെ ഒരു രംഗമുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷ്യ വാഹനങ്ങളുണ്ട്, നല്ല ഓട്ടോറിക്ഷയാണ് വാഹനമാണ്. ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലും സെൽഫ് റോൾ ആവില്ല. ഇപ്പോൾ ടോബിയുടെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ കഞ്ഞിപ്പയർ ഇഷ്ടമല്ല, അതും കഴിക്കാറില്ല. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പഠിക്കല് നമ്മളത് നമ്മൾ മനഃപൂർവ്വം സാധനം കഴിയുമ്പോൾ മനസ്സിലാവില്ല, നമ്മളതിനെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നതല്ല. ഡേവിഡ് പഠിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ക്യാരക്ടർ ചെയ്തു തുടങ്ങും. ഡേവിഡ് പഠിക്കലിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അയാള് ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കൈതിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് അയാൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാളെ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ കൊണ്ട് അതിന് തന്നെയാണ് അത് തന്നെ എന്തെങ്കിലും തന്നെ അഭിവാദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്റെ സമയത്തോളം എങ്ങനെ ഞാനെന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർബൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റി അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പഠിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് പഠിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. അയാൾക്കുണ്ടായ ഒരുപാട് ഇൻഫ്ലുവൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റുപാടുകൾ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോകാൻ നമ്മളെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വരുന്നത് അതിലേക്ക് വേണ്ട ചാനൽ ചെയ്യാൻ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ഉദയനാണ് ധാരാളം ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണ് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർ ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് എടുത്തു വയ്ക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിനൊരു ലാലിന്റെ സിനിമകളെല്ലാം ഭയങ്കര എങ്ങായിരിക്കും അല്ലെങ്കിൽ എങ്ങായിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു കേസിലാണ് മറ്റു കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം നേട്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഇതാണ് ശരിക്കും ഞങ്ങളാണ് ഇതൊക്കെ നമുക്ക് തരുന്ന ഓരോ കഥാപാത്രങ്ങളനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷനൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അതുകൊണ്ടിട്ട് ഈ സാധനം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെ ആരും കാണിക്കാത്ത രീതിയിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പൊക്കെ ഓടിച്ചിട്ടുള്ള വളർത്തിയുള്ള വീഴ്ചകൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി മറ്റു പടങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അധികം ഡെഡിക്കേറ്റ് ചെയ്ത ആളാണ്. ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു ഇൻഡസ്ട്രിക്കകത്ത്. ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിൽ കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളെ
അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളുപരി സുഹൃത്താണ്. പക്ഷെ അയാൾക്കറിയാൻ അവരുടെ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയുമാണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വിട്ടു തോന്നുന്ന ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇവിടുത്തെ ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂലേ, സത്യമേ പറയൂ. അപ്പോ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. അല്ലാതെ മറ്റേ പ്രോപ്പർ സുഹൃത്ത് എപ്പോഴും എന്ത് കാര്യം വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലേ. ഇപ്പോൾ ഈ സിനിമയുടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അതായത് തിയേറ്ററിൽ നമുക്ക് കൈയടി കിട്ടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് നമുക്ക് കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്തെല്ലാം കൈയടിയായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് വിരലുകളോട് അഭിനയിക്കുന്ന ലാലേട്ടനെ പറ്റിയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ, അത് ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, ബാലൻസിന്റെ ഇത് അവരുടെ മാത്രമല്ല, വേറെ ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്, ആയുഷ്മാൻ പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴേ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സിനിമകൾ കൈയടിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിയാണ്. നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മളത് അങ്ങനെ പറയുന്നില്ല, കാര്യങ്ങളിലൂടെ അഭിനയിക്കുന്ന നമുക്ക് അറിയുമ്പോൾ നമ്മൾ അത് ഇനിയും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കരയുന്ന സിനിമകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തൊരു മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അത് പുതിയതായിട്ട് ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്തതിനെക്കുറിച്ച് പോയി നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയുക, ആൾക്കാർക്ക് അതറിയാവുന്നതാണ്, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആകുന്ന തോന്നിയത് തന്നെയാണ്. അല്ലാണ്ട് അതിൽ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യമാണ് നമുക്ക് ആയുഷ്മാൻ ഖുറാനൊക്കെ സിനിമ കണ്ടിട്ടാണ് അതല്ല. അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയും ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗമ്യയുടെ ക്യാരക്ടർ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് അതങ്ങനെ കണ്ടില്ല, ഇതിനെ കണ്ടില്ല, ഇതൊക്കെ നമ്മൾ പറയാനുള്ളതാണ്. നമുക്കിടയ്ക്ക് അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളെ ദൈനംദിന സംസാരത്തിൽ തന്നെ നമ്മൾക്ക് അറിയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാം സ്ക്രിപ്റ്റിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലുള്ള ചെറിയ ഇംപ്രവൈസേഷൻ കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണ്. അങ്ങനെ നമ്മൾ അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അത് ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട്. ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ചേട്ടൻ കിട്ടിയ ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ അറിയുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യമേ തുടക്ക സമയത്ത് ബാലുവിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അതുകൊണ്ട് ഒറ്റ സ്ഥാനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെ മനസ്സിലാക്കി കുറച്ചും കൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി ഇൻവോൾവായിട്ട് അഭിനയിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ മൂസിൽ ഭയങ്കര ഹിറ്റായ ഒരാളായിട്ട് അത്ര മോശം ആക്ടറല്ല, ഒരു ഓക്കെ ആക്ടർ. അയാൾ ഭാഗത്തില്ലാത്ത എഫേർട്ടാണ്. ആ എഫേർട്ട് ഇട്ടായിട്ട് അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് കാരണം തന്നെ ഞാൻ മോശമാക്കി ചെയ്യാനായിട്ടല്ല, എന്നാലും അത് അത്ര ഭയങ്കര എഫേർട്ട് ഇല്ലാതെ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളായിരുന്നു. അവസാനിക്കാറുമ്പോഴത്തേക്കും പുള്ളിയുടെ ശ്രദ്ധ ഇതിലേക്ക് മാത്രം പൂർണ്ണമായിട്ടും അർപ്പിച്ച് എത്ര എഫേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പറഞ്ഞു നിർത്തിയെടുക്കുന്ന തന്നെയാണ് എന്റെ ചോദ്യം. അതായത് ഡേവിഡ് പടിക്കൽ എന്നുള്ള ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും 3 സിനിമകൾ അഭിനയിച്ച് വൻപ ഹിറ്റായ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം. പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അപകടനായി ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ ആരോടൊക്കെ വിവരിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർട്ട് പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ദൗർബലത്തായിട്ടുള്ള ഒരു ആളാണ് ടോം ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർട്ടത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത്
ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഈ ഒരു ക്യാരക്ടറുമായി? ഇതിനകത്ത് ഈ ക്യാരക്ടറിനാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളുള്ള വിരഞ്ചുമല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സക്സസ് വന്നു, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വേണം. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തെറ്റുന്ന ആക്ടറായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയകാലത്തെ ട്രോമാസ് ഒക്കെ അതിന്റെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുന്നല്ല, അതല്ല ഇതിന്റെ മൂലകാരണം. മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടത്തിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറെ സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമാണ്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. സൗബിനിക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട്, അതായത് ഇപ്പം ഡേവിഡ് പഠിക്കൽ 3 സിനിമ ഹിറ്റായപ്പോൾ, അതായത് സാധാരണക്കാരനായി മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്താണ് ആ 3 സിനിമ ഹിറ്റായത്. പിന്നീട് സൂപ്പർ സ്റ്റാർ മുതൽ പതിനൊക്കെ ആ ഒരു ഇത് ഇടിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമയിലായാലും എന്തോ 2-3 ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുന്നു. അതൊരു ശരിക്കും അവർക്കൊരു ലെസൺ കൂടിയല്ലേ? പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങനെ മാറുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പറഞ്ഞറിയാത്തവർക്ക് ഞാൻ മാറിയെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ മാറിപ്പോയിട്ട് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയം വേണം. അപ്പൊ അതെനിക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ ഒരു 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റായത് അയാളുടെ ആ സമയത്ത് അതുകൊണ്ടായിരിക്കും. ആ സമയത്ത് അയാൾ കുറച്ചുകൂടെ ആളുകളുടെ ഇടവേള അടുത്തിടവേളയിൽ ജീവിച്ചിരുന്നാണെങ്കിൽ റിയാലിറ്റിയിൽ തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതുമായിട്ട് തന്നെ ജീവിതകാലം മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാളൊപ്പം കുറച്ചുകൂടെ ലോകം മറന്നു മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞൊരു തമാശ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാളെ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമായിട്ടുണ്ടാവില്ല. അന്ന് അത് മതിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ മാറി കാലം മാറിയ സമയത്ത് ഡേവിഡ് പഠിക്കലിന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടുപോലെയുള്ള ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന അറിയായിരിക്കും. ഈ സൗബിനി സിനിമയുടെ അകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഡേവിഡ് പഠിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു, എമ്പതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കലന്മാരൊക്കെ നടത്തുന്ന പോലെ ഇപ്പൊ നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പൊ അവർ പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നല്ലേ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ഇപ്പൊ ബുള്ളറ്റിന്റെ ബാറ്ററി പോലും ഇല്ലാതെ ബുദ്ധി സ്റ്റാർട്ട് ചെയ്യുന്ന ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയുമോ പൈപ്പിനടി കൊണ്ട് കഴിവിടാന്ന് പറഞ്ഞ ഇപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനോ ഉണ്ടല്ലോ, ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്. അതൊക്കെ ഇവിടെ നല്ല ഓർമ്മയുണ്ട്. അതിന്റെ അർത്ഥം ആ ടോവിനോ എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു പറ്റും സാധാരണക്കാരോടൊപ്പം എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമ മേഖലയായിട്ട് ബന്ധമുള്ള ആൾക്കാരോ അല്ല എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല കുറെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ലെന്നല്ല, സിനിമയിലെ സുഹൃത്തുക്കളുണ്ട്. അതായത് പുറത്ത് തന്നെ ചെറുപ്പം പോലെ സ്കൂളിൽ പഠിച്ചിട്ട് കുറെ ഫ്രണ്ട്ഷിപ്പുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയോട് യാതൊരു ബന്ധമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയമായിട്ട് ഓർമ്മിപ്പിക്കേണ്ട വരാറുണ്ട്. എനിക്ക് നല്ല കൃത്യമായിട്ട്
എന്നുള്ളത് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി, ആ മൊമെന്റിൽ നിന്ന് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, ആ സീൻ കുറച്ചുകൂടെ ആസ്വാദകരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പിന്നെ പുള്ളി ചെയ്യണ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, പിന്നെ അതൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സ്പോയിലർ ആണെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതെനിക്ക് വെച്ചായിരുന്നു, ഞാനത് എൻജോയ് ചെയ്യും. ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ ആളുകളിലൊക്കെ റെഫറൻസ് ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിളിച്ചാൽ ഫോണിക്കാത്തപ്പോൾ അങ്ങനെ കുറെ കുറെ, അതായത് നമുക്കത് സത്യം അറിയില്ല, ആക്ച്വലി എന്താ നടക്കുന്നില്ല, നിങ്ങൾ ഫിക്ഷനായിട്ട് സമീപിച്ചിരിക്കുക. പക്ഷെ വളരെ ഇപ്പോൾ റീസെന്റ് നടന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ഈ സിനിമയായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവും അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഒരാളെ ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി ഇത് ഞാനാണോ. എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്, ഒരു സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോ ഇത് എല്ലാ ആൾക്കാരുടെയും കുറച്ചുണ്ട്. അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുകയില്ല. സുബിൻ സുബിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. സിനിമയ്ക്കകത്ത് ഒരു കഥ പറയുന്നത് ആനന്ദിച്ചേട്ടൻ ഒരു കഥ പറയുന്നത്, അപ്പം റിയൽ ലൈഫിൽ അങ്ങനെ മിസ്സായി പോയ ഏതെങ്കിലും അവസരങ്ങളുണ്ടോ? ഇല്ല, ഒരുപക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും മദ്രാസിലാണ്. അങ്ങനെ ഈ കോടമ്പാത്ത ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്റ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അത് ശരിക്കും സുബിനൊക്കെ ആയിരിക്കും അതിന് ഉത്തരം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. സൗബിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്, ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പിനേഷൻ സീൻ വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗബികയോട് നോക്കിയ സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളി വളരെ സീരിയസ് ആയിട്ട് സിനിമ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയുക സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർകം ചെയ്യാതെ അയാള് ഇപ്പൊ ഒരു ആക്ടിംഗ് ട്രെയിനിൽ വരുന്ന സമയത്ത് അയാളും എല്ലാം തിരിഞ്ഞ ഒരു അങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നുമല്ല അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിൽ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും, പക്ഷെ സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാൾ തമാശയൊക്കെ നടക്കുന്നത് അയാളുടെ ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമ്മൾ ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗബിക് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗബിക് വർക്ക് ചെയ്യുന്നത്. അല്ല, ഡേവിഡ് വളരെ മോശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പരാമർശിക്കുന്നത്. അയാൾ അതിനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇതിനുള്ള കാര്യങ്ങളിലുള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഉള്ളൊരു ദുരുദ്ദേശത്തോടെയാണ് അയാൾ ആ സീൻ അത് വിളിക്കുന്നത് പോലും. അത് ഡേവിഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും അയാൾക്ക് നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ വാക്കിന്റെ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കോ അല്ല. അങ്ങനത്തെ ഒരു പ്രീകൺസീവ്ഡ് നോഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്ന ആ ക്യാരക്ടർ അത്ര ഇല്ലാതെ ഞാനല്ല. അവൻ പല മോശം കാര്യങ്ങളും പറയും, അതൊക്കെ നമ്മൾ തുറന്നുകൊണ്ട് കാണിക്കുന്നത്. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്കും അയാൾ അതിലേക്ക് ഒരു റിഡംഷൻ സംഭവിക്കുന്നു. സിനിമ തുടങ്ങുമ്പോൾ അതിലൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിനൊരു അയാളുടെ റിയലൈസേഷൻ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കും, അവിടെ ഒരു ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പം അതാണ്
ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചുകൂടി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി പൾസേറ്റിംഗ് ആക്കായിരുന്നു, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയാണോ ഇനീഷ്യൽ തോട്ട്സ്? നമ്മൾ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ് നമ്മൾ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പം പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോന്നിയാണ്. സിനിമ വീണ്ടും വീണ്ടും കാണാനും വൺ ടൈം വാച്ചല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ തിയേറ്ററിലെത്തുമ്പോൾ അതായത് നമ്മൾ ബാക്കിയുള്ളത് കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്ന ഒരു പ്രോസസ്സല്ല. ആ പ്രോസസ്സിലോട്ട് കുറച്ചുകൂടെ ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ സിനിമ വിജയമായിട്ട് കരുതുന്നു. ഈ രജിസ്റ്ററിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീതും ഫ്യൂഡൽ മാണമീതൊക്കെ ഒളിപ്പിക്കാൻ ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുലി നമ്മുടെ സ്പോട്ടിൽ കിട്ടും. അത് എന്താ പറയുക, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല, പുള്ളിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എൻജോയ് ചെയ്യാൻ നമ്മളെ ക്യാരക്ടർ ചെയ്തു. എന്നെക്കാൾ ടീച്ചറായിട്ട് കൂടുതലായിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഞങ്ങള് ഒരു ദിവസമല്ല കുറെ ദിവസങ്ങൾ ഷൂട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര രസമാണ് സെറ്റിലുണ്ടാവുക എന്ന് പറയുന്നത്. പുള്ളി തമാശയൊക്കെ പറഞ്ഞ് വെച്ചു നമ്മൾ പെട്ടെന്ന് സീരിയസ് ഒരു മനുഷ്യനാണെന്ന് തോന്നുകയാണെങ്കിലും ഭയങ്കര രസമുള്ള ഹ്യൂമർ സെൻസും ഇവർ രണ്ടുപേരുള്ള സീനിലാണ് എനിക്ക് അത് ഭയങ്കര വർക്കായിട്ട് തോന്നി. പുള്ളിയുടെ ചെറിയ ആക്ടിങ് പോലത്തെ. അപ്പൊ അതിനകത്ത് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുള്ളി സിനിമ ഭയങ്കര ഇൻവോൾവായിട്ട് പുള്ളി ഭയങ്കര ഹാപ്പിയായിട്ട് നോക്കിയാണ് സമയത്ത് പുള്ളിക്ക് ഒരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും ഞാൻ കഴിയില്ല. ഇപ്പൊ ഈ ശരിക്കും ഡേവിഡിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, ശരിക്കും ആൾക്കാരുടെ കൺഫ്യൂസ്ഡ് ആവുമല്ലോ ചില സിറ്റുവേഷനിൽ ഡേവിഡിന്റെ സൈഡിലൂടെ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഈ പ്രൊമോ മെറ്റീരിയൽസ് മുമ്പ് ഈ ഫുൾ സോങ് ശരിക്കും ഈ ഡേവിഡിന്റെ ചൈൽഡ്ഹുഡിനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ അൺയൂഷ്വൽ സ്റ്റോറി പറയുമ്പോൾ ഈ അൺയൂഷ്വൽ പ്രൊമോ മെറ്റീരിയൽസ് വേണം എന്നുള്ള ഒരു ഐഡിയ കാര്യങ്ങൾ അത് ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത് ഒറിജിനൽ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അത് സെയിം ടൈം നമ്മൾ സിനിമ കാണുമ്പോൾ സോങ് കാണാത്തവർക്ക് കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒന്നാണ് ഒറിജിനൽ സ്റ്റോറി എന്ന് പറയുന്നത് കാണിച്ചത്. തീർച്ചയായിട്ടും പലപ്പോഴായി നടന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴൊക്കെയോ നമ്മളുള്ള ആരൊക്കെയോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ഇങ്ങനെ ഒരു കഥകളുണ്ടെന്ന് ആ ഒരു പ്രേക്ഷകരാണ്. ബേസിക്കലി എനിക്ക് പേഴ്സണൽ നമ്മളിപ്പം സോഷ്യൽ മീഡിയ സ്റ്റോറി കൊണ്ടും ഈ സിനിമയെ തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഏകദേശം നടക്കണം. സിനിമ മാത്രമല്ല ലോകം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ മാത്രമാണ്. ഒരുപാട് ജോണർ സിനിമകൾ വരുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പൊ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു റിപ്പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു പിന്നെ ആൾക്കാർക്ക് കാണാൻ ഒരു തരമാകുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തിനോട് പറയണം എന്ന് തോന്നിയിട്ട് പുറത്തു നമ്മളായിരിക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് ഷൈനിങ് സ്റ്റാർസ് ഇല്ലാത്തത് ധ്യാനം ഷൈൻ ചേർന്നു. അപ്പോൾ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നു. നമ്മൾ ബേസിക്കലി സിനിമയിലുള്ള സിനിമ കാണുമ്പോൾ ഉദയനാണെങ്കിൽ അത് ലോകദാസ് സാറും അതുപോലെ കൊച്ചടിപ്പ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളിയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് ചൊല്ലുന്ന ഡയലോഗ് ഭയങ്കര ഗീയോടാണ് തോന്നുന്നത്. അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യുന്നുണ്ട്. വേറൊരു ആക്ടർ ചെയ്യുന്നത് അത്ര ഗീയോടാണ്. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഓരോ ആക്ടേഴ്സിന് അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ഒരു വലിയൊരു ടീം അതുപോലെ അത് എൻജോയ് ചെയ്യാൻ വരാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരു നടത്തിയൊരു കാസ്റ്റിംഗ് ആണ്. ആരാധനായിട്ടുള്ള ചന്തു ചെയ്തതാണ്. നമുക്ക് ശരിക്കറിയാം അദ്ദേഹത്തിൽ എത്രത്തോളം അദ്ദേഹം ഞാൻ ഒരു മോശമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ളിൽ ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം. ആ പോകുന്ന സിറ്റുവേഷൻ ഡീറ്റെയിൽ പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറെ ഭാവനയുടെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചന്തു വിളിക്കുന്നത്.
അപ്പോൾ അവിടുന്ന് ഇത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. മറ്റു വേറെ ഒക്കെ വിട്ടിട്ട് ആ ഡേവിഡ് പടിക്കലിന്റെ ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റിൽ ഇതുപോലൊരു ആരാധകൻ എനിക്കിപ്പോൾ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞങ്ങൾ പറയാനുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ആ ഡേവിഡ് പടിക്കലിന്റെ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാൾ വെച്ച് പറയുമ്പോൾ അവനപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇൻഡയറക്ട്ലി ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ളതിന്റെ ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അപ്പൊ അതാണ് ആ ഒരു മൊറാലിറ്റി, ആ മോറൽ ഒബ്ലിഗേഷൻ ചെയ്യാത്ത ആ സമയമാകുമ്പോഴത്തേക്കും വന്നു എന്നുള്ളതാണ് ആ സീനിലൂടെ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാക്കി പേടിച്ചു പോയി ഒരാൾ വിളിച്ച് അങ്ങനെ ഒന്നും ആർക്കും എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആരെങ്കിലും മമ്മൂട്ടി നാലെണ്ണെ കുറിച്ച് ഞാൻ ചാവാൻ പോകാൻ ചാവേണ്ടി വരുന്നോ? കാരണം അത് പ്രാക്ടിക്കൽ അല്ല, സിനിമയിൽ കാണിക്കുന്നവരുണ്ടോ വെറുതെ കുറിച്ച് ഞാൻ ആരാധന ചാവാൻ പോകുന്ന ആ ഇമോഷണൽ ജേർണി മോശമാണോ? അല്ല കണ്ടോ സിനിമ കണ്ടിരുന്നോ? അങ്ങനെ മോശമായിട്ട് തോന്നി. ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ പൊതുവെ പറയുന്നുണ്ട്, ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികേട്ട സൂപ്പർ സ്റ്റാറിനെ കഥകളിക്കുന്ന കഥാപാത്രത്തിന്റെ പേരിൽ പറഞ്ഞിരിക്കുകയാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന് കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ടൊന്നും നേരത്തെ പറഞ്ഞിരുന്നു, ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാൽ കളർത്തിട്ടുണ്ട്, അതിലൊക്കെ വളരെ സക്സസ്ഫുൾ ഇമോഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായാലും നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മളങ്ങനെ സിനിമയുടെ ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഐഡന്റിറ്റി പരിപാടികളല്ലോ, അത് ശരിക്കും ഉണ്ടായിരുന്നു. തുടക്കം മുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസ് സുരേഷ് ഏട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിന്റെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിന്റെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിന്റെ പാറ്റേൺ, ഇതെല്ലാം നമ്മുടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന രൂപത്തിനകത്ത് കോസ്റ്റ്യൂംസിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലുവിന്റെ ആണെങ്കിൽ ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോടെ നമ്മൾ പറയും എന്ന് പറയുന്ന പോലെ നല്ല സുഖകരമായിട്ടാണ്. സൗദിയുടെ കണക്കുകളുണ്ടായിരുന്നു. അങ്ങനെ ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു കൊച്ചു എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്ദ്രന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് കഥ പറയുന്ന സമയത്ത് കാറിന്റെ നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരുപാട് സൂപ്പർ സ്റ്റാർസും സൂപ്പർ ആക്ടേഴ്സിനോട് വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ലാലിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അവരിൽ പറഞ്ഞു കേട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് കരിയറിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പുള്ളി റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാണ് കോമ്പൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ ചെയ്തിട്ട് പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മുടെ ആദിൽ ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ്. ഇതൊക്കെ കേട്ടും വായിച്ചോ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാൻ
പേഴ്സണലി എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ ടോവിക്കും ഈ ആടുജീവിതമൊക്കെ പോലെ ഭയങ്കര ഒരു മാഗ്നാനൻസ് ആയിട്ടുള്ള വലിയൊരു സിനിമ വരികയാണ്. കുറെ വർഷങ്ങൾ ചെലവാക്കണം, ഒരുപാട് റിസർച്ച് ചെയ്യണം, അതിന് വേണ്ടി ശരീരം മാറ്റങ്ങൾ വരുത്തണം. അതിനൊക്കെ പറ്റിയൊരു ടൈമാണോ അതോ ഇപ്പൊ അതോ വർഷത്തിൽ 2 സിനിമ അങ്ങനെ ആ പ്ലാനിലാണോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യണ്ടേ, അത് ഉറപ്പായിട്ടും ചെയ്യും. ഇതില് എംഡിയുടെ മനസ്സിൽ പറഞ്ഞ സിനിമ മുഖ്യമൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കാൻ നിർബന്ധമുണ്ട്. ടോവി ബുക്ക് വായിക്കാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്നത് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാൾ ആളുകളുണ്ട്. അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷേ ഒരു ഇമാജിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ മനസ്സിലാവും ഒരു കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ്. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വൽ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരും പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനത്തെ ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിൽ അയാൾ വായിക്കുകയും അയാൾ സമയത്ത് ഉപയോഗിക്കും. അതിലുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിലായാലും കോമഡിയൊക്കെ ചെറിയ ക്ലിപ്പുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നടി ചിത്രത്തെ കുറച്ചുകൂടി ഇമോഷണൽ സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ മച്ചാനെ കുറിച്ച് നിർത്തിയ കഥാപാത്രമല്ല, കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇനി അപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റേ ഹൈബി പോലത്തെ കഥാപാത്രം ഡയറക്ടർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലെ ക്യാരക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ പ്രത്യേക ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. ഇപ്പോൾ നമ്മൾ ഇയാളെ ഹ്യൂമർ അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പോലും വളരെ സത്യസന്ധമാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ചൂസ് ചെയ്തത്. അത് അതാണ് ഒരിക്കലും നമ്മൾ കോടിക്ക് വേണ്ടിയിട്ടല്ലോ. അത് പണം നല്ലാൻ വേണ്ടി ചെയ്യണം. പണം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ ഉപയോഗിക്കും. ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ജേണി, മഞ്ഞുമൽ ബോയ്സ് അത് അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് വന്ന സിനിമ കൂടെയാണോ നടിക്കുന്നത്? അവരുടെ കൂടെ എങ്ങനെയാണ് അവരുടെ സക്സസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവുക നടികളുടെ പ്രോസസ് ഉള്ളപ്പോഴായിരിക്കും. നടികളുടെ ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അതിലൊരു തല്ലുമാരൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് തന്നെ സൗകര്യം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചെയ്തും ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് എൻ്റെ അടുത്തിട്ട് കഥ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ കാര്യം. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോഴും കാണുമ്പോഴും ഈ സിനിമയുടെ മഞ്ഞുമലിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ഈ സിനിമയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണ്, ജീന അവിടെയാണ് ഡയറക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ലൊക്കേഷൻ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെയൊക്കെയാണ് ഈ വരെയെല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. അവർ ചെയ്തുകൊണ്ട് ഗണമുണ്ട്, ബാലുണ്ട്, സൗകര്യമുണ്ട്, ജീനുണ്ട്, ഷൈലുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ അതവിടെ സെറ്റ് ഇട്ടിരുന്ന ഒരു കാലടി ഒരു റോഡാണ്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് ആദ്യം പോകേണ്ട വലിയ നമ്മളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ എല്ലാം മലയാള സിനിമ എന്ന് പറയുന്നത് അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ തോന്നിയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഈ സിനിമയുടെ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനന്ന് പ്രൊമോഷൻ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുന്നു. പിറ്റേ ദിവസം അന്വേഷണം കണ്ടത് റിലീസായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊമോഷണൽ ഫീഡ്ബാക്ക് ആയിട്ട് ഞാൻ വന്ന് കയറുന്നു. ഞാൻ കാരണം ഒരു വണ്ടി എൻ്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞത്
ഈ സിനിമ ഞങ്ങളുടെ പ്രതീക്ഷ കാത്തിരിക്കുന്ന സിനിമയാണ്. പ്രതീക്ഷകൾ തെറ്റിച്ചില്ല. വളരെ ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ ഏറ്റവും വലിയ സക്സസ് നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ഞുമല്ലിൽ കൂടെ കൂട്ടിയതാണ് സൗകര്യമായി അതിനകത്ത് കാണിച്ചതാണ്. അപ്പൊ അന്നെനിക്ക് ഉറപ്പുണ്ടാക്കുന്ന സിനിമ പറഞ്ഞാൽ സോളോ സിനിമയായിരിക്കും. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും കണക്ട് ചെയ്യാൻ സിനിമയാവും. അത് കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സന്തോഷം. മലയാളത്തിന്റെ ബാഹുബലി KGF അങ്ങനെ ടോവിനോ മൗണ്ട് ചെയ്യുന്ന സിനിമയാണോ അജയനാണ്? അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പരീക്ഷയുടെ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. അതൊരു സമയത്ത് ഞാൻ അതേ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എഫേർട്ട് സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം വന്നിട്ടൊന്നും 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്. കൂടുതൽ കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും. കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും. ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും. മൊമെന്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുമ്പോൾ അത്രത്തോളം സിനിമ വലിയ വിജയമാകും. അതുകൊണ്ടാണ് ആ പറഞ്ഞു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. പറഞ്ഞ പോലെ അത് തന്നെ ചോദിക്കാം. മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, പൊന്നിയോൻ അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയന്റെ 2ാം വർഷമാണ്. റെസ്പോൺസ് ഇപ്പോൾ പറയാം. ടൊവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് അത്. ശരിക്കും ടൊവിയുടെ കരിയറിലേക്ക് എന്താക്കി ടൊവി കാത്തിരുന്ന ഒരു കഥാപാത്രം വേണം. തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയാനൊന്നും അറിയില്ല. എനിക്ക് അത് ഒരു 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ മുമ്പേ ഡയറക്ടറായിട്ടുള്ള തെറ്റിദ്ധാരണ പറഞ്ഞത് അത് ഭയങ്കര പണിയാണ് എനിക്ക്. ഇപ്പോൾ നമ്മൾ വലിയ വലിയ ആളുകളൊക്കെ കമൽഹാസൻ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷമൊക്കെ ഒരു സിനിമയിൽ തന്നെ. അത് ഞാൻ ചെയ്ത ശരിയാകുമ്പോഴത്തേക്കാണ് ഞാൻ അത് ചിന്തിച്ചത്. പക്ഷെ അതിനെ ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര എന്താ പറയുക പ്രശ്നമില്ല. അത്യാവശ്യം കൃത്യമായി തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവുന്ന പ്രേക്ഷകർ ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്വപ്നം പൂർണ്ണ സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. ആദ്യം കുറച്ച് പോസ്റ്ററുകളും ഒരു ടീച്ചറും മാത്രമേ ആ സിനിമ പുറത്തു വന്നിട്ടുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരിക്കലുമില്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ടർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ട്രോൾസ് ഇതൊക്കെ കണ്ടായിരുന്നു. നമ്മളൊരിക്കലും ഇത് ഫിക്ഷനിലാണ്. ഇതൊരിക്കലും നമ്മൾ ആരും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. അതിൽ പലർക്കും തോന്നാം. ടോവിക്കൊക്കെ ഓരോ സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട് ഞങ്ങളെ അന്വേഷിച്ചാണ്. അതുപോലെ ആർക്കും തോന്നാം, ആക്ടേഴ്സിന് ആർക്കും തോന്നാം. അതൊരിക്കലും ആരും പേഴ്സണലി എടുക്കില്ലെന്ന് വിചാരിക്കും. ഇത് ഒരു നമ്മുടെ ബേസിക്കലി എല്ലാവരും സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സിനിമ വിജയിക്കണമെന്നും എല്ലാ സിനിമയും സെലിബ്രേറ്റ് ചെയ്യണമെന്നും നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അത് പേഴ്സണലി എടുക്കരുത്. ഇത് ആരെയും എനിക്ക് വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഇതൊരു ടെംപ്ലേറ്റ് ആണ്. അതാരും അങ്ങനെ പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കും. പിന്നെ ഒരു ഡയലോഗ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുന്നത്. അത് ആക്ച്വലി അത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. ആ കോശി സാർ എന്ന് പറയുന്ന ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയിൽ ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നതിലൊരു ഫീലിംഗ് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താങ്കൾ മെഡിക്കൽ ഗ്രൂപ്പാണോ പറയുന്ന ഫീലിംഗ് ആയിരുന്നു. അത് മെഡിക്കൽ ഗ്രൂപ്പ് മോശം ജോലിയാണ് ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. അത് എൻ്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കൽ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കലുള്ള ഭാഷയും ഡെനിൽ സംസാരിക്കുന്നത് എൻ്റെ ഭാഷയും PK സംസാരിക്കുന്നത് PKയുടെ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ വരുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ ഒന്നുമല്ല. അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്തില്ലായാലും കാണാൻ ശ്രമിക്കുള്ളൂ.
മൂവി മാനേജ് എല്ലാവരും വർക്കൗട്ട് വായിക്കാം. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേസ് വരെ നമ്മൾ ആരുടെയൊക്കെ താങ്ക് യു. ഞാനാണോ ഈ അച്ഛനെ ഇൻഡസ്ട്രി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവകാശം കൂടി ഞാനുമായിട്ട് ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഒക്കെ അവൻ തന്നെ ചെയ്യുന്നതല്ലേ. ഇനിയിപ്പോ ഞാൻ ബേസിക് കണ്ടുപിടിച്ചു വന്നാൽ അത് തമാശയാണ്. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ് ഇപ്പൊ ചായ കടലിൽ ചെന്ന് പയ്യെ കിട്ടുന്നത് ഞാനൊന്നും പറയുന്നില്ല, അതെല്ലാം പറഞ്ഞിട്ട് കള്ളം ഞാൻ പഠിച്ചിട്ട് തല്ലി വിളിക്കാം എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ്. അല്ലാതെ ഞാൻ ബേസിക് അവരങ്ങനെയാണ് ടീം ടോട്ടലാണ്. അവരൊരു പഠിച്ചിട്ട് പറയുന്നത്